വാലൻറ്റൈൻസ് ഡേക്ക് കേക്ക് മുറിച്ചു, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തു, ഫ്ലവേഴ്സ് കൊടുത്തു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡിന്നറും കൂടെ ആയില്ലേ പിന്നെ എങ്ങനെ അല്ലേ ആ ഒരു പാക്കേജ് കംപ്ലീറ്റ് ആവുന്നേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേമസ് ദേവിൽ പോയി. ഇപ്പോൾ ഈ വീഡിയോയുടെ അടിയിലും കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യും, നിങ്ങളിങ്ങനെ തിന്നും കുടിച്ചു അർമാദിച്ച് നടന്നു, കണ്ടില്ലേ രണ്ടിൻ്റെയും ബോഡി എന്നാ തടിയാന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ കഴിച്ചില്ലേ പിന്നെ എന്ന് കഴിക്കാനാന്നേ? ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് പ്രായമാകും. അപ്പോൾ പിന്നെ നമുക്ക് ഡയബറ്റീസും ബ്ലഡ് പ്രഷറും അതും ഇതും ഫാറ്റി ലിവർ എന്നും പറഞ്ഞ് ഒരു 100 കൂട്ടം അസുഖങ്ങളും മരുന്നുകളും ആയിരിക്കും. അപ്പോൾ നമുക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ? അങ്ങനെ പിന്നെ കഴിക്കാൻ നമ്മുടെ ഹെൽത്ത് നോക്കിയിരുന്നാൽ നമ്മൾ ഒരു കാലത്തും കഴിപ്പും ഉണ്ടാകത്തില്ല, ജീവിതമൊട്ട് എൻജോയ് ചെയ്യാനും പറ്റത്തില്ല. ഈ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലുള്ളതാന്നേ. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മുടെയൊക്കെ വീട്ടിൽ സത്യം പറഞ്ഞാൽ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കഴിക്കുന്ന പോലെ ഒന്നും വേണ്ട, ഒരു മാങ്കോ എങ്കിലും നമ്മൾ ഫുള്ള് കഴിച്ചിട്ടുണ്ടോ? അത് പോട്ടെ, ഒരു മീൻ വറുത്തത് ഫുള്ള്. കാരണം നമ്മുടെ മമ്മിമാർ നമുക്കത് ഡിവൈഡ് ചെയ്ത് പിള്ളേർക്കൊക്കെ ഷെയർ ചെയ്ത് വല്യപ്പച്ചനും വല്യമ്മച്ചിക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഷെയറിങ് ചെയ്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ പോയി, അന്ന് നമ്മൾ പിശുക്കി കഴിക്കാതിരുന്നു. പിന്നെ നമുക്ക് ജോലി കിട്ടിയപ്പോഴും നമ്മൾ ഓർത്തു, നമുക്ക് കല്യാണം കഴിക്കണം, നമുക്കത് വാങ്ങിക്കണം, നമുക്ക് വീട് വാങ്ങിക്കണം, നമുക്ക് സ്ഥലം വാങ്ങിക്കണം. അങ്ങനെയെല്ലാം നമ്മൾ പിശുക്കി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടത്തിലായിരുന്നു. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ മറന്നുപോയില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇനിയെങ്കിലും നമ്മൾ ജീവിക്കാൻ തുടങ്ങിയില്ലേ, ഇച്ചിരൂടെ കഴിയുമ്പോൾ നമ്മുടെ വയസ്സും പ്രായമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല, അയ്യോ അന്ന് നമ്മൾ എൻജോയ് ചെയ്തില്ലല്ലോ, അന്ന് നമുക്ക് പ്രായം കയ്യിലുണ്ടായിരുന്നു, പൈസ കയ്യിലുണ്ടായിരുന്നു, സമയം കയ്യിലുണ്ടായിരുന്നു. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് കിട്ടുന്നൊരു സമയമൊന്നും ഇല്ലെന്നേ. നമുക്ക് പ്രായം നമ്മുടെ കയ്യിലുള്ളപ്പോൾ പൈസ കാണുകയില്ല, പൈസ ഉള്ളപ്പോൾ നമുക്ക് പ്രായം കാണുകയില്ല, ഈ പ്രായവും പൈസയും ഉള്ളപ്പോൾ നമുക്ക് സമയവും കാണുക. അതല്ല, ഇത് മൂന്നും കൂടെ ഒന്നിച്ച് വരുന്നൊരു സമയമുള്ളപ്പം നമ്മളും കാണുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, ജീവിതം ഒന്നേ ഉള്ളൂ മക്കളെ, ഇപ്പോഴേ എൻജോയ് ചെയ്തു. പിന്നെ നമ്മുടെ ഫാമിലി, നമ്മുടെ പേരൻസ്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സിബ്ലിങ്സ്, ഇവരെയൊക്കെ നമ്മൾ നോക്കേണ്ടതൊന്നും അല്ല. പക്ഷെ ഒരു പരിധി വരെ നമ്മളൊരു കൺട്രോൾ ഇട്ട് എല്ലാവരെയും നോക്കാവുള്ളൂ. കാരണം ഉണ്ടല്ലോ, നമ്മളെല്ലാവരെയും സഹായിക്കാൻ നിന്നുണ്ടല്ലോ ജീവിതകാലം മൊത്തം നമ്മളിങ്ങനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ സഹായിക്കുന്നവർ തഴച്ചു വളർന്നുകൊണ്ടിരിക്കും. നേരല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് നമ്മുടെ ലൈഫ്, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കെട്ടിയവൻ, നമ്മുടെ കൊച്ച് ഒക്കെ അടങ്ങുന്നത്. അവരുടെ നല്ല സമയത്ത് മോശം സമയത്ത് നമ്മൾ അവരോട് നിൽക്കുക, അല്ലാത്തവരുടെയൊക്കെ കാര്യം അവർ നോക്കിയോളൂ. എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, നമുക്ക് നോക്കാം ആർക്കൊക്കെ സെയിം അഭിപ്രായം ഉണ്ടെന്ന്. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.